ഇസ്ലാമിൻ്റെ വിമർശകർ ഇസ്ലാമിനെ എപ്പോഴും വിമർശിക്കുന്ന ഒരു വിഷയമാണ് ഇസ്ലാമിലെ അനന്തരാവകാശ നിയമം. പലപ്പോഴായി ഈ വിഷയം നമ്മുടെ പൊതുജനങ്ങൾക്കിടയിൽ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ശരിക്കും ഇസ്ലാമിൻ്റെ നിയമം അനുസരിച്ച് തന്നെ ഇസ്ലാമിൽ അനന്തരാവകാശം നൽകൽ നിർബന്ധമുണ്ടോ? ഇസ്ലാമിക നിയമം അനുസരിച്ച് അനന്തരാവകാശം നൽകേണ്ട ഒന്നല്ല, അത് സ്വാഭാവികമായും സ്ഥിരപ്പെടുന്ന ഒന്നാണ്. ഇനി അനന്തരാവകാശം ഇപ്രകാരം തന്നെ, അതായത് ഫറായിദ് അനുസരിച്ച് തന്നെ വീതിക്കണമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ അവകാശികൾക്ക് ചോയ്സ് ഉണ്ടെന്ന് പറയാൻ സാധിക്കും. അതായത് ഒരു വ്യക്തി മരണപ്പെട്ടു, അയാൾക്ക് ഒരു മകനും ഒരു മകളും ഉണ്ടെങ്കിൽ മകൾക്ക് 1/3 അവകാശവും മകന് 2/3 അവകാശവുമാണ് ഉണ്ടാവുന്നത്. ഈ ഒരു അവകാശത്തിൽ നിന്നും ആ ആൺകുട്ടിക്ക് തൻ്റെ സഹോദരിക്ക് കുറച്ച് അവകാശം നൽകുവാനും അതേപോലെ തന്നെ ആ പെൺകുട്ടിക്ക് തൻ്റെ സഹോദരന് കുറച്ച് അവകാശം കൊടുക്കാനും സാധിക്കും. അതായത് അവർ രണ്ടുപേരും കൂടി പരസ്പരം തൃപ്തിയോടുകൂടി പകുതി സ്വത്ത് വീതിച്ചെടുത്താൽ അതിൽ പ്രശ്നമില്ല. അതുപോലെ തന്നെ ആ പെൺകുട്ടി 4/1 മാത്രം മതിയെന്ന് പറയുക, ബാക്കി സഹോദരൻ 4/3 സഹോദരൻ എടുത്തോട്ടെ എന്ന് പറഞ്ഞാലും അതിലും പ്രശ്നമില്ല. ഇതെല്ലാം ഇസ്ലാമിൽ ജായിസാണ്. ഇസ്ലാമിൻ്റെ ഫറായിദ് പ്രകാരം സ്വന്തം മകൾക്ക് പുറമെ തന്നെ കുടുംബത്തിലെ ഒരുപാട് ആളുകൾക്ക് ഈ അനന്തരം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ യുക്തി എന്താണ്? ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇസ്ലാം ഉദ്ദേശിക്കുന്നുണ്ടോ? ഇസ്ലാമിലെ കുടുംബസങ്കല്പം എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ ഒന്നാണ്. ഞാനും എൻ്റെ കെട്ടിയോളും കുട്ടിയോളും എന്ന സങ്കല്പം അല്ല ഇസ്ലാമിലുള്ളത്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എന്നാൽ അവരവർക്ക് അവരവരുടെ പ്രൈവസി വാഗ്ദാനം നൽകുന്ന ഒരു രീതിയാണ് ഇസ്ലാമിൽ ഉള്ളത്. അതിനാലാണ് ഇസ്ലാമിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, അതായത് ഒരു അപകടം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദുരന്തം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടണം എന്ന് ഇസ്ലാം പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു വ്യക്തി മരണപ്പെട്ടാൽ അയാളുടെ കുടുംബത്തിന് മാത്രമല്ല അതിൽ ഉത്തരവാദിത്തം ഉണ്ടാവുക, അയാളുടെ കൂട്ടുകുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്കും ആ ഒരു പ്രശ്നത്തിൽ പങ്കുചേരേണ്ട ആവശ്യകതയുണ്ട്. ഈ ഒരു ആവശ്യകത കാരണത്താലാണ് കുടുംബത്തിലെ മറ്റു അംഗങ്ങൾക്കും അനന്തരാവകാശത്തിൽ നിന്ന് ഒരു വിഹിതം ലഭിക്കുന്നത്. കാരണം ഈ വിഹിതം ലഭിക്കുന്നവർ കുടുംബത്തിലെ മറ്റംഗങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല അവർക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട വിമർശനമാണ് ഇസ്ലാമിൽ പുരുഷൻ്റെ പകുതി മാത്രമേ സ്ത്രീക്ക് അനന്തരാവകാശം ലഭിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ യുക്തി എന്താണ്? ഇതിനെന്തെങ്കിലുമൊക്കെ ഒരു നല്ല മറുപടി പറയാൻ പറ്റുമോ? സ്ത്രീക്ക് പുരുഷൻ്റെ പകുതി എന്ന് പറയുന്ന ഒരു നിയമം ഇസ്ലാമിലില്ല. ഇസ്ലാമിലുള്ള നിയമം എന്ന് പറയുന്നത് ഒരു പുരുഷന് സ്ത്രീയുടെ 2 മടങ്ങ് കിട്ടുമെന്നുള്ളതാണ്. ആ നിയമം തന്നെ എല്ലായിടത്തും ബാധകമല്ല. ചില പ്രത്യേക കേസുകളിൽ മാത്രമാണ് ഈ ഒരു നിയമമുള്ളത്. അതായത് ഒരു മരണപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു മകനും മകളുമാണെങ്കിൽ അവിടെ ഈ നിയമം അനുസരിച്ച്, അതായത് മകന് 2 ഓഹരിയും മകൾക്ക് 1 ഓഹരിയുമാണ് അവിടെ കൊടുക്കുന്നത്. കാരണം പുരുഷന് സ്ത്രീയേക്കാൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ സ്ത്രീയെ വേറൊരാൾ നിക്കാഹ് ചെയ്യുന്നത് വരെ, അതായത് അവൻ്റെ സഹോദരിയെ വേറൊരാൾ നിക്കാഹ് ചെയ്യുന്നത് വരെ ആ സഹോദരിയെ സംരക്ഷിക്കേണ്ട ചുമതല ഈ സഹോദരനാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ വേറൊരാൾക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വവും ഈ സഹോദരന് ഉണ്ടാവുക. ഇനി ഈ സഹോദരൻ, അതായത് ആ മരിച്ച വ്യക്തിയുടെ മകൻ മറ്റൊരു വിവാഹം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ചെലവുകളും വഹിക്കേണ്ടത് ഈ ഒരു മകനാണ്. അതേപോലെ തന്നെ ആ ഭാര്യയ്ക്ക് നൽകേണ്ട ചെലവുകളും നൽകേണ്ടതും ഈ മകനാണ്. അങ്ങനെ ആകത്തുക നോക്കുകയാണെങ്കിൽ പുരുഷന് ധാരാളം ഉത്തരവാദിത്തങ്ങൾ, സാമ്പത്തികപരമായതും അല്ലാത്തതുമായ ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിനാലാണ് പുരുഷന് സ്ത്രീയേക്കാൾ കുറച്ച് കൂടുതൽ കൊടുക്കുന്നത്. ഇനി സ്ത്രീയുടെ കാര്യം നോക്കട്ടെ. സ്ത്രീയെ അവൾക്ക് കിട്ടേണ്ട 3/1 ഭാഗം അവൾക്ക് കിട്ടി, അവളെ ബാക്കി സംരക്ഷണമെല്ലാം ഈ സഹോദരൻ ഏറ്റെടുക്കും. ഇനി അവളെ മറ്റൊരാൾ വിവാഹം ചെയ്താൽ ആ ഭർത്താവ് ഇവൾക്ക് വേണ്ട ചെലവുകളൊക്കെ നിർബന്ധമാണ്. ഇവൾക്ക് ഇവളുടെ സമ്പത്തിൽ നിന്നും ഒന്നും ചെലവഴിക്കേണ്ടതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇവൾക്ക് കിട്ടേണ്ടത് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ സ്ത്രീക്കും പുരുഷനുമുള്ള ഉത്തരവാദിത്തങ്ങൾ തുല്യമാക്കി അവർക്ക് ലഭിക്കുന്ന അവകാശവും തുല്യമാക്കിക്കൂടെ? അതിനെന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ? തുല്യ ഉത്തരവാദിത്തം നൽകി തുല്യ അവകാശം നൽകിക്കൂടെ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് ശരിയാണെന്ന് തോന്നുമെങ്കിലും ഇതിലൊരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് തുല്യ ഉത്തരവാദിത്തം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ അവൾ ഏതൊരു സമയത്തും ആ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ അവളുടെ മെൻസ്ട്രേഷൻ പീരീഡ്, അതായത് ഹൈദിൻ്റെ സമയത്തും അവൾ ജോലിക്ക് പോകേണ്ടി വരും, അവൾ അതിന് ചിലവ് നൽകേണ്ടി വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ ഇനി അവൾ പ്രസവത്തിൻ്റെ സമയത്ത്, അതായത് ഗർഭിണിയായിരിക്കുമ്പോൾ ആ സമയത്തും അവൾ ജോലിക്ക് പോകേണ്ടി വരും, ഈ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടി വരും. ഇനി പ്രസവാനന്തര ശേഷമുള്ള സമയത്ത്, നമ്മൾ പോസ്റ്റ് പാർട്ടം പീരീഡ് എന്നൊക്കെ പറയും, ആ സമയത്തും അവൾ ഇതൊക്കെ ചെയ്യേണ്ടി വരും.
അങ്ങനെ അവൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നും പരിഗണിക്കാതെ അവൾ എല്ലാ ഉത്തരവാദിത്തവും നിർവഹിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇവിടെ സ്ത്രീക്കാണ് ബുദ്ധിമുട്ട്, സ്ത്രീക്ക് വേണ്ടിയാണ് ഇസ്ലാം നിലകൊള്ളുന്നത്.